നിർദോഷനും നിർമ്മലനും നീതിമാനുമായ യേശു കർത്താവിനെ യഥാർത്ഥത്തിൽ ആരാണ് ക്രൂശിച്ചത്? ക്രിസ്തുവിനെ ക്രൂശിച്ചതിന് പീലാത്തോസിനെയോ റോമൻ പടയാളികളെയോ യഹൂദന്മാരെയോ കുറ്റപ്പെടുത്തുവാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് എന്ന കാരണത്താൽ യഥാർത്ഥത്തിൽ അവൻ്റെ ക്രൂശീകരണത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളാണ്. ഒരു എഴുത്തുകാരൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന് പറയുക വളരെ എളുപ്പമാണ്. എന്നാൽ ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. യേശുവിനെ ക്രൂശിലേറ്റിയവരുടെ നേർക്ക് നാം വിരൽ ചൂണ്ടുമ്പോൾ നാം അവരെക്കാൾ നല്ലവരാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ പീലാത്തോസിനെ പോലെ അലക്ഷ്യ മനോഭാവക്കാരും കയ്യഫാവിനെ പോലെ കുടിലമതികളും അപ്പടയാളികളെപ്പോലെ ക്രൂരന്മാരും അന്നത്തെ ജനക്കൂട്ടത്തെപ്പോലെ കരുണയില്ലാത്തവരും ആ ശിഷ്യന്മാരെ പോലെ ഭീരുക്കളുമാണ് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരുമെന്ന് ചിന്തിക്കുമ്പോൾ നാം ഞെട്ടിപ്പോവുക തന്നെ ചെയ്യും. യേശുവിനെ ക്രൂശിലേറ്റിയ ആ ക്രൂര കൃത്യം അവരല്ല ചെയ്തത്. നാം തന്നെയാണ് അവനെ മരത്തോട് ചേർത്ത് അടിച്ചത്. അവനെ പരിഹസിച്ചവരുടെ കൂട്ടത്തിൽ അന്ന് നാമും ഉണ്ടായിരുന്നു. ഈ ചിത്രം നമ്മുടെ മനസ്സിൽ കാണുക. വേദനയോടെ യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതും ഓർക്കുക. ഞാനും നിങ്ങളും യേശു പറഞ്ഞ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു. ആ ക്രൂരകൃത്യം ചെയ്ത നമ്മോട് പിതാവാം ദൈവം ക്ഷമിച്ചതിനായി ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ സ്വയപ്പുകഴ്ചയ്ക്കോ അഹങ്കാരത്തിനോ സ്ഥാനമില്ല. പിന്നെയോ നമ്മോടുള്ള ദൈവസ്നേഹത്തിൻ്റെ അത്യുന്നതമായ അവസ്ഥ നാം അറിയുമ്പോൾ ഹൃദയമറിയാതെ വിതുമ്പും, നാവുകൾ ചലിക്കുവാൻ തുടങ്ങും. അവരാണ് പറയുന്നത്, ഈ ക്രൂരനും പാപിയുമായിരുന്ന എന്നോട് കരുണ കാട്ടിയതിനായി അങ്ങേക്ക് സ്തോത്രം എന്ന്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.